ഫോൾ മീ വൺസിന്റെ 5ാമത്തെ എപ്പിസോഡിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോകാം. കഴിഞ്ഞ പാർട്ടിൽ മായ ജോബ് അടിച്ച് സ്കൂളിൽ എത്തിയിരിക്കുകയാണ്. ക്ലെയർ മരിക്കുന്നതിന് മുമ്പ് ഈ സ്കൂൾ വിസിറ്റ് ചെയ്തിരുന്നു. അവൾ ജോയുടെ ഫ്രണ്ടായ തിയോമോറയെ കുറിച്ച് അന്വേഷിച്ചിരുന്നു. ഈ സമയം സാമി ഒരു ചർച്ചിൽ എത്തിയിരിക്കുകയാണ്. അവിടെ സാമിയുടെ ഗേൾഫ്രണ്ട് കല്യാണത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തുകയാണ്. പക്ഷെ സാമി അവിടെ ചെന്ന് ഈ കല്യാണം നടക്കില്ല എന്ന് പറയുന്നു. പക്ഷേ തന്റെ അസുഖവിവരം വെളിപ്പെടുത്താൻ സാമി തയ്യാറാകുന്നില്ല. സാമിയുടെ ഗേൾഫ്രണ്ട് ആകെ കൺഫ്യൂഷനിലാവുന്നു. സ്കൂളിലെ ഹെഡ് മാസ്റ്ററുടെ ഓഫീസ്. മായ തിയോമോറയെ കുറിച്ച് കൂടുതൽ ചോദിക്കുകയാണ്. തിയോമോറ എങ്ങനെയാണ് മരിച്ചുപോയതെന്ന് അവൾ ചോദിക്കുന്നു. താൻ തരുന്ന വിവരങ്ങൾ ആരോടും പറയരുതെന്ന് ഹെഡ് മാസ്റ്റർ പറയുന്നു. തിയോമോറ ആൽക്കഹോളിക് പോയിസണിംഗ് മൂലമാണ് മരിച്ചത്. അന്ന് അവരുടെ ഫുട്ബോൾ ടീം വലിയൊരു ജയം നേടിയിരുന്നു. അതിന്റെ ആഘോഷത്തിലായിരുന്നു എല്ലാവരും. ജോയും ആൻഡ്രൂവും എല്ലാം ആ ഗ്രൂപ്പിലുണ്ട്. അവർ രാത്രി ആഘോഷം നടത്തി. പക്ഷെ പിറ്റേ ദിവസം തിയോമോറ അവിടെ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. ആൻഡ്രൂ മരിക്കുന്നതിന് 6 ആഴ്ച മുമ്പാണ് ഈ സംഭവം. അടുത്തടുത്ത സമയങ്ങളിലായി സ്കൂളിലെ 2 കുട്ടികൾ മരിച്ചിരിക്കുന്നു. അപ്പോൾ അതിനെന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കില്ലേ? അത് ഹെഡ് മാസ്റ്ററും ശരിവെച്ചു. ഈ തിയോമോറ മരിച്ചതുകൊണ്ടായിരിക്കുമോ ആൻഡ്രൂ അന്ന് യാച്ചിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തതെന്ന് അവൾ സംശയിക്കുന്നു. എന്തായാലും മായ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചു. അവരുടെ കൂട്ടത്തിൽ അന്ന് യാച്ചിലുണ്ടായിരുന്നത് വേറെ ആരൊക്കെയാണെന്ന് അവൾ തിരക്കുന്നു. അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ക്രിസ്റ്റഫറിന്റെ ഡീറ്റെയിൽസ് ഹെഡ് മാസ്റ്റർ കൊടുക്കുന്നു. മായ സ്കൂളിൽ നിന്നിറങ്ങി അവൾ നെറ്റിൽ തിയോമോറയെ കുറിച്ച് തിരയുന്നു. അതിൽ നിന്നും അവന്റെ ഹോം അഡ്രസ് അവൾക്ക് കിട്ടുന്നു. അവൾ ആ വീട്ടിലെത്തി. അവിടെ അവൾ തിയോയുടെ അമ്മയെ കാണുന്നു. ബർക്കറ്റ് ഫാമിലിയിൽ നിന്നാണെന്ന് അറിഞ്ഞപ്പോൾ ആ അമ്മ അവളെ അകത്ത് വിളിച്ചിരുത്തുന്നു. ആ ഹെഡ് മാസ്റ്ററാണ് തന്റെ മകനെ ആ സ്കൂളിൽ ചേർത്തതെന്ന് ആ അമ്മ പറയുന്നു. അവർക്ക് നല്ലൊരു ഫുട്ബോൾ പ്ലെയറെ ആവശ്യമായിരുന്നു. പക്ഷേ എനിക്ക് ആ സ്കൂളിൽ അവനെ ചേർക്കാൻ താല്പര്യമില്ലായിരുന്നു. അത് നല്ല റിച്ച് ആയിട്ടുള്ള ഫാമിലിയിലെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. എനിക്ക് അതുകൊണ്ട് തന്നെ നല്ല പേടിയായിരുന്നു എന്ന് അമ്മ പറയുന്നു. പക്ഷേ തിയോ ആ സ്കൂളുമായി നല്ലപോലെ പൊരുത്തപ്പെട്ടു. അവനവിടെ വളരെ പോപ്പുലറായി. പഠിത്തത്തിലും സ്പോർട്സിലുമെല്ലാം അവൻ മികച്ചു നിന്നു. എന്റെ തിയോ കുടിക്കില്ലായിരുന്നു. പക്ഷേ അവൻ ആൽക്കഹോളിക് പോയിസണായി മരിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്. എന്റെ ഹസ്ബൻഡ് എപ്പോഴും പറയുമായിരുന്നു ഇതിന്റെ പുറകിൽ വേറെന്തോ ഉണ്ടെന്ന്. ആ സംഭവത്തെ കുറിച്ച് ജോയോടും ആൻഡ്രോയോടും ചോദിച്ചില്ലേ എന്ന് മായ ചോദിക്കുന്നു. ആൻഡ്രോനെ തനിക്ക് ഇഷ്ടമായിരുന്നുവെന്ന് ആമ പറയുന്നു. ആൻഡ്രൂ അന്ന് ഫ്യൂണറിന്റെ ടൈമിൽ നല്ല കരച്ചിലായിരുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അവൻ ബോട്ടിൽ നിന്ന് വീണ് മരിച്ചു. കുറെ ആളുകൾ അവൻ തിയോ മരിച്ചതിന്റെ ദുഃഖത്തിലാണ് അങ്ങനെ ചെയ്തതെന്ന് പറയുന്നു. ബർക്കറ്റ് ഫാമിലി പറയുന്നു അത് ആക്സിഡന്റ് ആണെന്ന്. പക്ഷേ തിയോ മരിച്ച ദുഃഖത്തിൽ അവന് ചാടി മരിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ കുറ്റബോധം കൊണ്ട് അങ്ങനെ ചെയ്യാമല്ലോ എന്ന് ആ അമ്മ ചോദിക്കുന്നു. മായ ഞെട്ടി അവരെ നോക്കുന്നു. അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കോറിയുടെ ഫോൺ കോൾ വരുന്നു. അവൾ അവനെ പോയി കാണുന്നു. അവൻ ടോമി ഡാർക്കിനെ കുറിച്ച് തിരയുകയാണ്. ഈ ടോമി ഡാർക്ക് ഒരു സ്റ്റോറേജ് സ്പേസ് വാടകയ്ക്ക് എടുത്തിരുന്നു. പക്ഷെ 1 മാസം മുമ്പ് അയാൾ അതിന്റെ വാടക അടച്ചിട്ടില്ല. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ഇയാൾ മിസ്സിംഗ് ആയിട്ട് 2 മാസം ആയിട്ടുണ്ടെന്ന് കോറി പറയുന്നു. മായയും കോറിയും ടോമി ഡാർക്കിന്റെ ആ സ്റ്റോറേജ് സ്പേസിൽ എത്തിയിരിക്കുകയാണ്. അവിടെ അവരൊരു ഫ്രീസർ കാണുന്നു. അവരത് തുറന്നു നോക്കുന്നു. അതിനകത്ത് തണുത്തുറഞ്ഞ് ഒരു മൃതശരീരം. ഈ ഒരു സീനോടെ ഫോൾ മീ വൺസിന്റെ 5ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.